ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ഇതിലേക്ക് എത്തിയത് വടി ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങിയതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട്. അതൊന്ന് പറയാം ആദ്യം. അതായത് ഞാൻ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്നോട് എൻ്റെ കാക്കയും വിഷ്വലി ഇംപയർഡാണ്. എൻ്റെ വീട്ടിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു താലൂക്ക് സമ്മേളനമൊക്കെ സംഘടിപ്പിക്കാം ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ. അതായത് അതെ, ഹബീബ് സാറെ വീട്ടിലും ചില്ലറ പരിപാടിയല്ല. ഹൈ റേഞ്ച് ഫാമിലിയാണ് ഞങ്ങൾ രണ്ടാളും. അതായത് ഞാൻ വിഷ്വലി ഇംപയർഡാണ്, എൻ്റെ കാക്ക വിഷ്വലി ഇംപയർഡാണ്, പൂർവാധികം ശക്തിയോടെ എൻ്റെ പെണ്ണുങ്ങളും വിഷ്വലി ഇംപയർഡാണ്. അപ്പോൾ കുറച്ചും കൂടെ മേപ്പെട്ട ഞാൻ തന്നെയാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഈ 8ാം ക്ലാസ്സിലൊക്കെ ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകും കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് നടന്നു പോകും, വടിയൊന്നും ഉപയോഗിക്കില്ല, ഞാൻ അങ്ങനെ ഇത് ചെയ്തിട്ട് നടന്നു പോകും. ആ സമയത്ത് എപ്പോഴും എൻ്റെ അക്കാക്ക് പറയടാ വടി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടന്നു പോകുക, ഞാനിങ്ങനെ മെല്ലെ പാട്ടൊക്കെ പാടിയിട്ടാണ് നടന്നു പോവുക. നെഞ്ചിനുള്ളിൽ നീയാണ് ഇങ്ങനെ മൂളിപ്പാട്ട് പാടുള്ളൂ കേട്ടോ. ഉറക്ക പാട്ടായിട്ട് ചിലപ്പോൾ ആൾക്കാർ പൈസ തന്നാളും. അപ്പോൾ മൂളിപ്പാട്ടേ പാടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ പാട്ടാടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് ഹബീബ്, ഓൻ്റെ ഒരു വിളി, ജയിച്ചോ. അപ്പോൾ ഞാൻ എന്താടാ, എടാ അവിടെ നിൽക്കാൻ മുന്നിക്ക് പോകല്ലേ. അപ്പോൾ ഞാൻ പാടുന്ന പാട്ട് ഏതാ ഒന്ന് ഓഡിയൻസ് പറഞ്ഞേ. അയ്യവാ അപ്പോൾ ആ പാട്ടേനും. അപ്പോൾ ഹബീബ് എന്നെ വിളിക്കുന്നു, ജയിച്ചോ എന്താ പ്രശ്നം, എന്താ അടച്ച് മുന്നിക്ക് പോകല്ലേ, എന്താ പ്രശ്നം? ഓൻ പറയണേ എൻ്റെ മുന്നിൽ ചാലാണ്. ഓനെങ്ങാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചാലിൻ്റെ ഉള്ളിൽ ഞാനാണ് പറഞ്ഞിട്ട് പാട്ടിൻ്റെ വരി റീറൈറ്റ് ചെയ്യേണ്ടി വരും. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, എൻ്റെ നെറ്റിമക്ക് സൂക്ഷിച്ച് നോക്കുക എല്ലാവരും. എൻ്റെ നെറ്റിമൽ ഈ ഒരു അടയാളം കണ്ടെങ്കിൽ ഈ ഇടത്തെ അറ്റത്ത്, അതായത് നിങ്ങളെ റൈറ്റ് സൈഡിൽ എവിടെ ഇരിക്കണോ ഒരു റൈറ്റ് സൈഡിൽ, എൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊക്കെ കാണുക. ഈ ഇടത്തെ അറ്റത്തുള്ള ഈ അടയാളം എന്താ? നിസ്കാരത്താകുമ്പോ അതെന്താന്ന് വെച്ചാൽ പരപ്പനങ്ങാടി ബീച്ച് റോഡ് ജംഗ്ഷനിൽ നിങ്ങൾക്ക് പോയാൽ കാണാം ഒരു പോസ്റ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു അടയാളമാണ് സുഹൃത്തുക്കൾ. അങ്ങനെ കുറേ തട്ടിയും തടഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ വടി എടുക്കണത് എൻ്റെ ഒരു ആവശ്യമായിപ്പോയി. കാരണം നെറ്റിമേൽ ഒരു പരിധി കൂടുതൽ അടയാളമായ പെണ്ണിട്ടൂല, ഭാവിയിൽ സീനാവൂലേ. അപ്പോൾ വടി എടുക്കേണ്ടതിൻ്റെ ആവശ്യമായി. അപ്പോൾ വടിയെടുത്ത് ഒറ്റക്ക് ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി. പക്ഷേ